ഹായ്, ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ചെമ്മാടേക്ക് പോവുക കേട്ടോ. ചെമ്മാട് പോകണം എന്തിനാന്ന് വെച്ചാൽ ഉത്സവമായി. അപ്പോൾ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഒരു കയ്യിലേക്ക് മാച്ചാക്കിയ കമ്മൽ കാര്യങ്ങളൊക്കെ എടുക്കാനാട്ടോ. ഞാൻ ഒരു 3:30 അടുപ്പിച്ചേട്ടാ ഞങ്ങൾ പോകാനായിട്ട് നിന്നത്. കാരണം നോൽമ്പ് സമയമാണ്, കടകളൊക്കെ വേഗം അടയ്ക്കും, പിന്നെ അവർക്കും വീട്ടിലേക്കൊക്കെ പോകണ്ടേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് ചൈന മാളിലെത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ. ആർട്ടിഫിഷ്യൽ നെയിലുണ്ട്, അതുപോലെ പല റേറ്റിലുള്ള നെയിൽ പോളിഷുകൾ, ക്ലിപ്പുകൾ, ലിപ്സ്റ്റിക്ക് പലതുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് കോങ്ങണായിട്ട് നിൽക്കുക. ഞാൻ എന്തെടുക്കൂ. അപ്പോൾ ചുവന്ന ലിപ്സ്റ്റിക്ക് നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയതൊക്കെ ഏതാണെന്നൊക്കെ ചോദിക്കുക കേട്ടോ ഓരോട്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒക്കെ വാങ്ങിച്ചിട്ട് പോരണ്ട. അതിന് മാത്രം പൈസ ഇല്ലാത്തതുകൊണ്ട് അവനവന് ആവശ്യമുള്ളത് മാത്രം നോക്കി എടുക്കുക ഞാൻ. അപ്പം എൻ്റെ ക്യാമറമാൻ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാപ്പൻ്റെ മോളാണ്, അവളോട് ഒരുപാട് നന്ദിയുണ്ട്. കുറേ വീഡിയോസ് ഞാൻ അറിയാതെ തന്നെ ഒളിക്ക് എടുത്താൽ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ടും നമുക്കൊന്ന് പറയാൻ ഇടാൻ പറ്റിയ നല്ല ഫാൻസി വെറൈറ്റി മോഡൽ കമ്മലുകൾ വരെ ഉണ്ട്. ഇതിമൊക്കെ ഇങ്ങനെ നോക്കി തന്നെ ഇരുന്ന സമയം എത്ര നേരം പോകുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഏത് എടുക്കണം എന്ന് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോവും. അത്രയ്ക്ക് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കാശിക്ക് വണ്ടി എടുക്കാനായിട്ട് ഞങ്ങളുണ്ടാക്കി വന്ന്, പക്ഷേ കാശിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചു കൊടുത്ത് പറ്റിയില്ല. അവിടെ നിന്ന് അവന് ഇഷ്ടപ്പെട്ടൊരു കാറ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് ശേഷം ഞങ്ങൾ പാത്രക്കടയ്ക്കാണ് വന്നത്. ഞങ്ങളെ ചെമ്പൊക്കെ കുറേ കേടൊന്ന് പോയിട്ടുണ്ട്. പിന്നെ ഉത്സവമായതുകൊണ്ട് കുറച്ച് തോന്നെ ആളുണ്ടാവണോണ്ട് എല്ലാവർക്കും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു ചെമ്പില്ലാത്തതുകൊണ്ട് ആ ചെമ്പൊക്കെ നോക്കി വാങ്ങിയതാണ്. ഞങ്ങൾ ഇവിടുന്ന് നേരെ ഓട്ടോറിക്ഷ വിളിച്ചെത്തി. അപ്പോൾ ഇതൊക്കെ കേട്ടോ ചൈനമാളിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ അതിൽ വാങ്ങിയൊരു കമ്പനി ഇട്ടു, അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.